ഭൂമിയിലുള്ള എല്ലാ ജീവികളും തങ്ങളുടെ ജീവനാണ് ആദ്യ പരിഗണന നൽകുന്നത്. ഏതു പരിസ്ഥിതിയിലും നമ്മൾ നമ്മുടെ ജീവൻ രക്ഷിക്കാനാണ് നോക്കുന്നത്. എന്നാൽ ആഹാരത്തിനും അതിജീവനത്തിനുമായി ജീവികൾ മറ്റുള്ളവയെ കൊല്ലുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയാണെങ്കിലും മനുഷ്യജീവന് ഭീഷണിയാവുന്ന അനവധി ജീവികൾ ലോകത്തുണ്ട്. അങ്ങനെ മനുഷ്യജീവന് അപായകരമായ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ 10 ജീവികളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുള്ളത് ടേപ്വേം അല്ലെങ്കിൽ നാടവിരയാണ്. സ്പാർഗനോസിസ്, എക്കിനോകോക്കോസിസ്, സിസ്റ്റിസെർക്കോസിസ്, സ്റ്റെനിയാസിസ് എന്നീ രോഗങ്ങൾ പടർത്തുന്ന ഇവർ ശരാശരി ഒരു വർഷം 2000-ലേറെ പേരെയാണ് കൊല്ലുന്നത്. 9ാം സ്ഥാനത്തുള്ളത് അസ്കാരിസ് അല്ലെങ്കിൽ റൗണ്ട് വേമാണ്. അസ്കാരിയാസിസ് എന്ന രോഗമാണ് ഇവർ മനുഷ്യരിൽ പടർത്തുന്നത്. ശരാശരി ഒരു വർഷം 2500-ലേറെ പേരെയാണ് ഇവർ കൊല്ലുന്നത്. 8ാം സ്ഥാനത്തുള്ളത് സ്കോർപിയൻ അല്ലെങ്കിൽ തേളുകളാണ്. തേളുകളെല്ലാം തന്നെ വിഷമുള്ള ജീവികളാണ്. എന്നാൽ കൂടി മനുഷ്യജീവന് അപകടകരമായ 25 തേളുകൾ മാത്രമാണ് ലോകത്തുള്ളത്. മനുഷ്യൻ്റെ നാഡീവ്യൂഹത്തെയും രക്തചംക്രമണത്തെയും ഇവരുടെ വിഷം കാര്യമായി ബാധിക്കുന്നതുകൊണ്ട് തന്നെ 3200-ലേറെ പേരാണ് ഓരോ വർഷവും ഇവരുടെ ആക്രമണത്താൽ മരണപ്പെടുന്നത്. 7ാം സ്ഥാനത്തുള്ളത് ഫ്രഷ് വാട്ടർ സ്നേലുകളാണ്. സ്കിറ്റോസ്റ്റോമിയാസിസ് എന്ന രോഗം പരത്തുന്ന സ്കിറ്റോസോംസ് എന്ന ഫ്ലാറ്റ് വേമുകളുടെ വാഹകരാണിവർ. അതുകൊണ്ട് തന്നെ ശരാശരി 10,000-ലേറെ ആളുകളാണ് ഓരോ വർഷവും ഇവരാൽ കൊല്ലപ്പെടുന്നത്. 6ാം സ്ഥാനത്തുള്ളത് നമ്മുടെയെല്ലാം നാട്ടിൽ പോലും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന നായകളാണ്. വളർത്തുനായ്ക്കളും തെരുവു നായ്ക്കളും കാട്ടുനായ്ക്കളും എല്ലാം തന്നെ മനുഷ്യൻ്റെ ജീവനെ അപഹരിക്കാൻ കഴിവുള്ളവരാണ്. ഒരു വർഷം ശരാശരി 25,000-ലേറെ ആളുകളെയാണ് ഇവർ കൊല്ലുന്നത്. 5ാം സ്ഥാനത്തുള്ളത് പാമ്പുകളാണ്. ലോകത്ത് 3500 സ്പീഷീസിലേറെ പാമ്പുകളുണ്ട്. അതിൽ വെറും 600 സ്പീഷീസുകൾക്ക് മാത്രമാണ് വിഷമുള്ളത്. അതിൽ തന്നെ ഏകദേശം 200-ൽ താഴെ സ്പീഷീസുകൾക്ക് മാത്രമാണ് മനുഷ്യനെ കൊല്ലത്തക്ക വിഷമുള്ളത്. വർഷം തോറും ശരാശരി 50,000-ലേറെ പേരാണ് പാമ്പുകടിയേറ്റ് മരിക്കാറുള്ളത്. 4ാം സ്ഥാനത്തുള്ളത് വവ്വാലുകളാണ്. നിരവധി രോഗങ്ങൾക്ക് കാരണക്കാരായ സൂക്ഷ്മജീവികളുടെ വാഹകരാണിവർ. നിപ, റാബീസ്, എബോള എന്നിവ മുതൽ നിരവധി കൊറോണ വൈറസുകളുടെ വാഹകർ കൂടിയാണിവർ. 4.5 ലക്ഷത്തോളം പേരാണ് ഇവർ മൂലം ഓരോ വർഷവും മരണപ്പെടുന്നത്. 3ാം സ്ഥാനത്തുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളെന്ന് വിശേഷിപ്പിക്കാവുന്ന ജീവികളാണ്. ഹോമോസാപ്പിയൻസ് എന്ന് ശാസ്ത്രീയ നാമമുള്ള മനുഷ്യരാണിവർ. 4.25 ലക്ഷത്തോളം പേരെയാണ് ഓരോ വർഷം മനുഷ്യർ അറിഞ്ഞുകൊണ്ട് മാത്രം കൊല്ലുന്നത്. ഇതിൻ്റെ കൂടെ അറിയാതെ ചെയ്യുന്ന കൊലകൾ കൂടി കൂട്ടിയാൽ 10 ലക്ഷത്തിലധികമാവും ഈ സംഖ്യ. 2ാം സ്ഥാനത്തുള്ളത് ഈച്ചകളാണ്. സിനിമകളിലെ പോലെ പ്രതികാരം വീട്ടലല്ല ഇവർ ചെയ്യുന്നത്. പകരം പല രോഗങ്ങൾക്കും കാരണമാകുന്ന സൂക്ഷ്മജീവികളെ വഹിച്ചുകൊണ്ട് നടക്കുകയും ഒരാളിൽ നിന്നും രോഗം മറ്റൊരാളിലേക്ക് പരത്തുകയുമാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശരാശരി 7 ലക്ഷത്തോളം പേരാണ് ഒരു വർഷം ഇവർ കാരണം മരണപ്പെടുന്നത്. നമ്മുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുള്ളത് നമ്മൾ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുന്ന കൊതുകുകളാണ്. ഈച്ചയെയും വവ്വാലിനെയും പോലെ തന്നെ പലതരം രോഗങ്ങളെ തൻ്റെ ഉള്ളിൽ വഹിക്കുന്നവരാണിവർ. കൂടാതെ ഒരാളിൽ നിന്നും വേറൊരാളിലേക്കും രോഗം പരത്തുവാൻ ഇവർക്കാകും. വർഷം തോറും ശരാശരി 10 ലക്ഷത്തിലേറെ പേരാണ് കൊതുകുജന്യ രോഗങ്ങൾ മൂലം മരണപ്പെടുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എവർക്കും ബൈ ബൈ.